നമസ്കാരം. തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ലോവർ സൈഡിൽ ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിൻ്റെ വീക്ക്നെസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതേസമയം 25,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം വീക്ക്നെസ് നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. മാർക്കറ്റിൽ റിക്കവറി വരാനുള്ള ചാൻസുമുണ്ട്. അതേസമയം ബ്രോഡർ മാർക്കറ്റിൽ വീക്ക്നെസ് പ്രകടമാണ്. കഴിഞ്ഞ ദിവസം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1% ഇടിഞ്ഞു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഒട്ടുമിക്ക ഇൻഡെക്സുകളും മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റാണ്. അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. കൂടാതെ അടുത്ത ആഴ്ച ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റ് വരുന്നോ എന്നുള്ളതാണ് മാർക്കറ്റിനെ ഇനി മുന്നോട്ട് നയിക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുക. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ പേറോൾ ഡേറ്റ അടുത്ത ആഴ്ച നടക്കുന്ന ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മീറ്റിംഗിൽ റേറ്റ് കട്ടിനെ പ്രേരിപ്പിച്ചേക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കാണുന്നത്. അതുകൊണ്ട് ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുമുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നു. $62 പെർ ബാരലിനടുത്ത് ബ്രന്റ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഏഷ്യൻ ഗ്രാനിറ്റോ ഇന്ത്യ. ഏഷ്യൻ ഗ്രാനിറ്റോ ഇന്ത്യ അലോമെക്സ് സ്റ്റീലിൻ്റെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഐറിസ് ലൈഫ് സയൻസ് എന്ന കമ്പനി പുറത്തുവിട്ട ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം 2026 ഫിനാൻഷ്യൽ ഇയർ മുതൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഒരു ടേൺ അറൗണ്ട് പ്രതീക്ഷിക്കാം. ഇതിനുവേണ്ടി 380 മുതൽ 400 കോടി രൂപയുടെ കാപ്പെക്സ് പ്ലാനാണ് വരുന്ന 3 ക്വാർട്ടറിലേക്ക് കമ്പനി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് വെബ്സോൾ എനർജിയാണ്. വെബ്സോൾ എനർജിയുടെ ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം കമ്പനിയുടെ ടോട്ടൽ എനർജി പോർട്ട്ഫോളിയോ 1.2 ജിഗാവാട്ടിൽ നിന്നും 5.2 ജിഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. കൂടാതെ ലോങ് ടൈമിൽ കമ്പനിയുടെ ഗ്രോത്തിൽ 50% CAGR കൂടിയുള്ള വളർച്ച 2024 കറണ്ട് ഇയർ മുതൽ 2028 കറണ്ട് ഇയർ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. IEX എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. IEXൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ട്രേഡ് വോളിയം ഇയർ ഓൺ ഇയറിൽ 17.7% വർദ്ധിച്ച് 11,409 മില്യൺ യൂണിറ്റായി മാറിയിട്ടുണ്ട്. റിയൽ ടൈം ഇലക്ട്രിസിറ്റി മാർക്കറ്റ് വോളിയം 40% വർദ്ധിച്ച് 4,233 യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. ഡേ ഹെഡ് മാർക്കറ്റ് വോളിയം 5,688 മില്യൺ യൂണിറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ടൈം ഇലക്ട്രിസിറ്റി മാർക്കറ്റ് പ്രൈസ് 9.2% ഉയരുകയും ചെയ്തു. അതുകൊണ്ട് IEX എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ബെസ്റ്റ് ആഗ്രോ ലൈഫ് എന്ന സ്റ്റോക്കാണ്. ബെസ്റ്റ് ആഗ്രോ ലൈഫിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പനി 1:2 എന്ന റേഷ്യോയിൽ ബോണസും 1:10 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെട്രോനെറ്റ് LNG എന്ന കമ്പനി ONGCയുമായി ചേർന്ന് അടുത്ത 15 വർഷത്തേക്ക് എഥെയ്ൻ അപ്ലോഡിംഗ് സ്റ്റോറേജ് ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടേം ഷീറ്റ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക് എന്ന കമ്പനിക്ക് മെഴ്സിഡസ് ബെൻസിൻ്റെ ഫിനാൻഷ്യൽ സർവീസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി 14 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. പേസ് ഡിജിടെക് എന്ന കമ്പനിക്ക് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 100 കോടി രൂപയുടെ ഓർഡർ അഡ്വൈറ്റ് ഗ്രീൻ എനർജി എന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മുക്ക പ്രോട്ടീൻ എന്ന കമ്പനിക്ക് ബാംഗ്ലൂരിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി 474 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഗോദാവരി പവർ എന്ന കമ്പനി അയൺ ഓർ പെല്ലറ്റ് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2.7 മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും 4.7 മെട്രിക് ടൺ പെർ ആനമായി ഉയർത്തുകയാണ്. സോം ഡിസ്റ്റിലറീസ് എന്ന കമ്പനി ഡിസംബർ 11, 12 തീയതികളിൽ റൈറ്റ് ഇഷ്യൂ കൺസിഡർ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് സോം ഡിസ്റ്റിലറി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. റെയിൽവേ സെക്ടറിൽ നിന്നും റെയിൽടെലിന് 48.8 കോടി രൂപയുടെ ഓർഡറും RVNLന് 145 കോടി രൂപയുടെ ഓർഡറും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സ്റ്റോക്കുകളെയും ശ്രദ്ധിക്കാവുന്നതാണ്. JK സിമൻറ്റ് അതിൻ്റെ ക്ലിങ്കർ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3.3 മില്യൺ ടൺ പെർ ആനം എന്ന റേറ്റിലുള്ള എക്സ്പാൻഷനാണ്, അതായത് പ്രൊഡക്ഷൻ പ്ലാന്റ് കപ്പാസിറ്റി എക്സ്പാൻഷനാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. ഇതുവഴി ക്ലിങ്കർ കപ്പാസിറ്റി 3.30 മില്യൺ ടണ്ണിൽ നിന്നും 6.60 മില്യൺ ടൺ പെർ ആനമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് JK സിമൻറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.